എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട അതിദാരുണമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചിട്ടാണ്. അന്നേ തന്നെ ഞാനത് സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരു അവസരം കിട്ടുമ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിച്ചു. സംസാരിക്കാൻ ശ്രമിക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ അവകാശപ്പെടുന്നുള്ളൂ. സാധാരണ ഒരു ടോപ്പിക് എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് പോലെ ഈസി അല്ല ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കുന്നത്. വേടനും ഗേൾഫ്രണ്ടും അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് കുറേയധികം ജഡ്ജ്മെൻറ്റുകൾ വളരെ ആധികാരികമായിട്ട് അവരെ എങ്ങനെയൊക്കെ ഷെയിം ചെയ്യാം, അയാളെ എങ്ങനെ ക്യാൻസൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയൊരു ക്ലാസ് എടുത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പൊതുബോധത്തെ വല്ലാതെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഒരു പോസ്റ്റ്. ചില മാടമ്പി തരങ്ങളാണ് ഈ വേടനെതിരെയുള്ള ആക്രമണങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അയാൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അദ്ദേഹം ജാതീയതയെക്കുറിച്ചിട്ട് പാടുമ്പോഴും വർണ്ണവെറിയെക്കുറിച്ചിട്ട് പാടുമ്പോഴും അദ്ദേഹം ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് എല്ലാവിധ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോഴും അതൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മാടമ്പികൾ പറയുന്ന ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഒരു നാണമില്ലാതെ ചില അമ്പ്രാക്കൾ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ അമ്പ്രാക്കൾ ഇട്ട ഒരു പോസ്റ്റ് അങ്ങോട്ട് വായിക്കാം. പിങ്ക് ഹെവൻ എന്ന യെല്ലോ പേജിൽ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഒരു പോസ്റ്റാണ്. കറുപ്പിനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന ഒരാൾ തനിക്കൊരു അവസരം വന്നപ്പോൾ തിരഞ്ഞെടുത്തത് വെളുത്ത പെൺകുട്ടിയെ. കറുപ്പിനെ കുറിച്ചിട്ട് ഘോരഘോരം സംസാരിക്കുന്ന വേടൻ എന്ത് ബിലോ ആവറേജിലുള്ള ചിന്താഗതി വെച്ചിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഈ വർണ്ണ വിവേചനത്തിനെതിരെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കളറിനെ അല്ലെങ്കിൽ കളർ കോംപ്ലക്ഷനെ ഉയർത്തിയോ താഴ്ത്തിയോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്തോ സംസാരിക്കുക എന്നുള്ളതല്ല. നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. ചില നിറങ്ങളുടെ പേരിൽ ആളുകളെ അടിച്ചമർത്തുന്നതിനെതിരെ ഒരു പ്രതിരോധം തീർക്കലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ വർണ്ണ വിവേചനത്തിനെതിരെ സംസാരിക്കുന്ന ആൾ ഇന്ന കോംപ്ലക്ഷനിലുള്ള ആളെ മാത്രം തിരഞ്ഞെടുത്താൽ മതി എന്നുള്ള ആ ഒരു തിട്ടൂരം ഇറക്കുക എന്ന് പറയുന്നത് മറ്റേ അമ്പ്രാൻ ചിന്താഗതി കാരണമാണ്. അത് മാറ്റണം. വർണ്ണ വിവേചനത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്ക് വർണ്ണഭേദമന്യേ ഏതൊരാളെയും ചൂസ് ചെയ്യാനായിട്ടുള്ള മാനസിക പക്വത ഉണ്ട്. അയാൾക്ക് അതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. അയാൾ സ്വാഭാവിക മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് പക്വതയോടെ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ അയാളെ സെലക്ട് ചെയ്യുന്ന ആൾക്കും എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മുടെ ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇവർ ചിന്തിക്കുന്ന പോലുമില്ല. ഇപ്പോൾ വേടനെ കുറിച്ചിട്ട് ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് അവരങ്ങെത്തി. വേടൻ ഒരു അവസരം കിട്ടിയപ്പോൾ സെലക്ട് ചെയ്തത് വേടൻ വരെ സ്വയംവര പന്തലിലേക്ക് പോയിട്ട് അവിടെ നിരന്ന് നിന്ന പെണ്ണുങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് എന്നുള്ള ചിന്തയിലാണോ ഇത് പറയുന്നത്? നമുക്കറിയില്ല അയാൾക്ക് നല്ലൊരു പ്രപ്പോസൽ ഇങ്ങോട്ട് വന്നാണോ, അയാൾ അങ്ങോട്ട് സെലക്ട് ചെയ്താണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും നമുക്കറിയില്ല. അതൊന്നും അറിയേണ്ട ആവശ്യം തന്നെ നമുക്കില്ല. എന്നിട്ട് ഒരു അനുമാനത്തിലേക്ക് ഈ അമ്മാമാരെല്ലാം അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. വേടൻ ഒരു അവസരം വന്നപ്പോൾ സെലക്ട് ചെയ്തത് വെളുത്ത പെൺകുട്ടിയെ. ആ ഒരു പോസ്റ്റിൽ നിന്ന് ആ ഒരു ആളുടെ ഇതിനകത്ത് ഇട്ടിരുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് ആ ഒരാളുടെ സ്കിൻ ടോൺ പോലും കൂടെയുള്ള ആളിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന പോലുമില്ല. എന്നാലും അവരവിടെ വെളുപ്പിനും കറുപ്പിനും എന്തൊക്കെയോ ഒരു മീറ്ററൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ അവസരം എന്താണ്? പുരുഷന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ഈ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള അവസരം. വേടൻ മാത്രമല്ല, സമൂഹത്തിൽ ഉന്നതങ്ങളിലെത്തിയ പല സെലിബ്രിറ്റികളും ഇങ്ങനെ തന്നെയാണ്. ഇതിന് ന്യായീകരണമായി പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല, പ്രണയം എന്നത് അടിവയറ്റിൽ പൂമ്പാറ്റ പറന്നാണ് എന്നൊക്കെ ന്യായീകരിച്ച് മൂടി വെച്ചാലും മുഴച്ചു നിൽക്കും. കലാഭവൻ മണിച്ചേട്ടൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ആളുകൾക്ക് ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ട്. ഇപ്പോൾ സൗന്ദര്യ സങ്കല്പങ്ങൾക്കകത്ത് ഒരു സ്കിൻ ടോൺ ഉണ്ട് എന്നുണ്ടെങ്കിലും അവർക്ക് മനുഷ്യന്മാരെ പോലെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ അവരെ തിരഞ്ഞെടുക്കുന്ന ആളുടെ ഒരു സൈഡിൽ കൂടെ നിന്നുകൂടി ചിന്തിക്കണം. അവരെ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ഈ സ്കിൻ ടോൺ കൊണ്ട് ഈ പറയുന്ന സെലിബ്രിറ്റികളോ ഈ വ്യക്തികളെയോ റിജക്റ്റ് ചെയ്തില്ല. കാരണം എന്താണ്? ഈ സ്കിൻ ടോണൊന്നും കൺസിഡർ ചെയ്യാത്ത തരത്തിലേക്കുള്ള ഒരു കൂട്ടം ആളുകളിൽ നിന്നാണ് ഇവർ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ ഇണയെ കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഈ സ്കിൻ ടോണിനെക്കാളിലുമൊക്കെ ഉയരങ്ങളിൽ നിൽക്കുന്ന എത്രയ്ക്കോ ക്വാളിറ്റികൾ മനുഷ്യന്മാർക്കുണ്ട്. അതിലേതെങ്കിലും ഒരു ക്വാളിറ്റിയെ കുറിച്ചിട്ടായിരിക്കാം അവർ ആ ഒരു തിരഞ്ഞെടുപ്പിന് മാനദണ്ഡമായിട്ട് വെച്ചത്. അതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചിട്ട് വലിയ ആകുലതയാണ്. അപ്പോൾ ഇവർ മറ്റൊരു നറേറ്റീവ് അവിടെ കൊണ്ടുവരും. കാശ് കണ്ടിട്ടാണ് ഇവരെയൊക്കെ മറ്റുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. എന്ത് ജീർണിച്ച ചിന്തയിൽ നിന്നിട്ടാണ് ആ ഒരു തീരുമാനങ്ങളിലേക്ക് അനുമാനങ്ങളിലേക്കൊക്കെ എത്തുന്നത്? അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത കൊണ്ട് ഇന്ന കളർ കോംപ്ലക്ഷനിലുള്ള ഇന്ന ജാതിയിലുള്ള ഒരാൾക്ക് ഏതെങ്കിലും അവസരങ്ങൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ ഈ അമ്പ്രാന്മാരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് കിട്ടിയതായിരിക്കില്ല. ഒന്ന് എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് പണം ഉള്ളത് കൊണ്ട് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ ഇയാൾ മറ്റേ മയക്കി എടുത്തതായിരിക്കാം. എങ്ങനെയുള്ള ചില എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. അങ്ങോട്ട് പറ്റണില്ല, അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണില്ല. ഒരാൾ ഒരു മനുഷ്യൻ്റെ കൂടെ സന്തോഷത്തോടെ നിൽക്കുന്നത് പോലും കാണാൻ അങ്ങോട്ട് പറ്റണില്ല. അങ്ങനെയുള്ള ആളുകൾക്കിടയിലാണ് വേടനെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയമൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടത്. സത്യത്തിൽ കറുപ്പിന് ഏഴഴകാണ് എന്നൊക്കെ വാദിക്കുന്നവർക്കും അറിയാം എവിടെയോ എന്തോ ഒരു കുറച്ചിലുണ്ടെന്ന്. ഈ കറുപ്പിന് ഏഴഴകാണെന്നൊക്കെ വാദിക്കുന്ന ആളുകൾ ആരാണ്?
ഇപ്പം ഈ മറ്റേ വർണ്ണവിവേചനത്തിനെതിരായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ നിറത്തിൻ്റെ രാഷ്ട്രീയം പറയുന്ന പക്വതയുള്ള ആളുകളൊന്നും ഈ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും ഏഴഴകിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കില്ല. ഈ കറുപ്പിനോ അല്ലെങ്കിൽ വെളുപ്പിനോ ഏഴഴകുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു നിറത്തിന് ഏഴഴകുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ നിറത്തിനോടും ഒരിഷ്ടമാണ്. അത് എന്താണ്, അത് എന്തെങ്കിലും ഒരു വലിയ മനുഷ്യസ്നേഹി ആയതുകൊണ്ടൊന്നുമല്ല. നമ്മളങ്ങനെ നിറത്തെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്നില്ല. ഒരു നിറത്തിലും ആകൃതിയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഉള്ള ഒരു വ്യക്തിയിൽ മാത്രമാണ് നമുക്കൊരു സൗന്ദര്യമൊക്കെ പലപ്പോഴും കാണാൻ പറ്റുന്നത്. അത് വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. ഞാൻ പ്രണയിക്കുന്ന സമയത്ത് ഞാനൊരു പ്രണയത്തിലേക്ക് എത്തുന്നത്, ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെയായിരുന്നു? പലപ്പോഴും നമ്മളൊക്കെ തേടുന്നത് നമ്മളുടെ ഒരു റെപ്ലിക്കയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുപോലെയുള്ള ഒരെണ്ണത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രണയം വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവും. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിങ്ങനെ ഒരു ബാലൻസിലങ്ങ് പോയിക്കോളും. അപ്പോൾ അതിനകത്ത് ചിലപ്പോൾ കളർ കോംപ്ലക്ഷൻ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും. ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംഗതിയാണ്. കറുപ്പിന് ഏഴഴകാണ് അല്ലെങ്കിൽ വെളുപ്പിന് ഏഴഴകാണ്, അങ്ങനെയൊന്നുമില്ല. ചില ആളുകളെ കുറിച്ചൊരു ചില മോശം കമൻറ്റുകളൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ എന്നെക്കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വലിയ കുടുംബത്തിലാണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന ആൾക്ക് എൻ്റെ കുടുംബത്തിൻ്റെ വലിപ്പം അങ്ങോട്ട് തീരെ പറ്റണില്ല. പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ കുടുംബത്തിലാണെന്നൊക്കെ തോന്നിയത് അവൻ്റെ ഉള്ളിലുള്ള ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വലിയ കുടുംബങ്ങളിലുള്ള ആളുകൾക്കാണ് ഇന്ന ലുക്ക് അല്ലെങ്കിൽ ഈ പെരുമാറ്റം എന്നൊക്കെ അവൻ അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഒരാളെ കാണുന്ന സമയത്ത് തീരെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതിനകത്ത് പിന്നെ കാരണങ്ങൾ കണ്ടെത്തും. ഇന്ന ആളുകളുമായിട്ട് ഇടപെടുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വിദ്യാഭ്യാസം നേടിയതുകൊണ്ടായിരിക്കാം. തീരെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര ആദിയാണ്. ആ ഒരു ആദിയാണ് ഈ പോസ്റ്റിൽ മുഴുവനും. 100-ൽ 99 പേരും പുറമേ നിറത്തിലൊന്നുമല്ല കാര്യമെന്ന് വാദിക്കുന്നവരാണെങ്കിൽ 100-ൽ 99 പേരും ഉള്ളിൻ്റെ ഉള്ളിൽ കറുപ്പൊരു കുറച്ചിലായി കാണുന്നവരാണ് എന്നതാണ് സത്യം. ഇതൊക്കെ എങ്ങനെയാണ് ഈ കണക്കിലേക്കൊക്കെ എത്തിയെന്നുള്ളത് എനിക്കറിയില്ല. ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവുകൾ വരുന്ന സമയത്ത്, റിജക്ഷൻ വരുന്ന സമയത്ത്, ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ചില ആളുകൾ അവരുടെ കുറവുകളെ കുറിച്ചിട്ട് ആലോചിക്കും. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ ഒരു റിജക്ഷൻ വരുന്ന സമയത്ത് ചില ആളുകൾ ചിന്തിക്കുക എൻ്റെ കളർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ ആളുകൾ ചിന്തിക്കും. ജീവിതത്തിൽ തൃപ്തിയുള്ള ഒരു വ്യക്തി, അദ്ദേഹം തൃപ്തികരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അയാൾ ഈ നിറത്തെക്കുറിച്ചിട്ടൊന്നും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ 100-ൽ 99 എന്ന് പറയുന്ന കണക്കൊന്നും ഒരു 7 അയലത്ത് പോലും എത്തുന്ന ഒരു കണക്കല്ല. ടീനേജിലെ ഒരു 80% അല്ലെങ്കിൽ 60 70 ഒക്കെ പറഞ്ഞാൽ കുറച്ചും കൂടെ വിശ്വസനീയമാണ്. കറുപ്പൊരു മോശം നിറമാണ് എന്നത് നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്ന ഒന്നാണ്. കറുപ്പിന് ഏഴഴകാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ എത്ര വെളുപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞ യാഥാർത്ഥ്യമാണ്. അങ്ങനെയല്ല എന്ന് പറയുന്നവരൊക്കെ തങ്ങൾ വലിയ പുരോഗമനവാദികളാണ് എന്ന് ചമയുന്നവരാണ്. ഈ കറുപ്പിന് ഏഴഴകാണ് എന്ന് പറയുന്നത് തന്നെ ഒരു പിന്തിരിപ്പത്തരമാണ്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കളറിനെ കുറിച്ചിട്ട് അങ്ങനെ പൊക്കി പറഞ്ഞ് സഹതാപം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യം തന്നെയില്ല. ഇപ്പോൾ തന്നെ ഈ ഒരു പോസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇണയെ തിരഞ്ഞെടുത്ത സമയത്ത് എന്തോ ഒരു കളർ ഡിഫറൻസ് ചില ആളുകൾക്ക് ഫീൽ ചെയ്യുന്നു. അതൊന്നും ഈ ഒരു തലമുറയിൽ ആളുകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഈ വസന്തങ്ങളാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വലിയ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങ് വിറളി കൊള്ളുന്നത്. അവരിങ്ങനെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി പോകും. കാശ് കൊണ്ടായിരിക്കാം. എന്ത് മോശമാണ്. ഇപ്പം അതിനകത്തൊക്കെ വരുന്ന ഒരു സ്ത്രീവിരുദ്ധത എങ്ങനെയുണ്ട്? കാശുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരാൾക്ക് ഒരു വിവാഹം നടക്കത്തുള്ളൂ എന്നതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഏതോ അടിത്തട്ടിലെ വൈകൃതമായിട്ടുള്ള ചിന്തകളാണ്. അല്ലാതെ ഇതിനൊന്നും തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മളിലേക്ക് നമ്മളറിയാതെ തന്നെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് ഇരുണ്ട നിറം മോശമാണ് എന്നത്. തലമുറകളായി ഇങ്ങനെ കൈമാറി വന്ന ചില ധാരണകൾ നമ്മുടെ ഉള്ളിലും അറിയാതെ വളരുന്നു. യാഥാർത്ഥ്യം മറ്റൊന്നെങ്കിലും കേട്ടുപഴകിയ ചില കാര്യങ്ങൾ നമ്മൾ അന്ധമായി വിശ്വസിക്കാറുണ്ട്, ദൈവവിശ്വാസം പോലെ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് പട്ടിയിറച്ചി കഴിക്കാൻ നമ്മൾ തയ്യാറാകുമോ? ഇതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇനി കറുപ്പ് എങ്ങനെയാണ് മോശമായത് എന്ന് നോക്കിയാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കറുപ്പ് മോശമാകാൻ തുടങ്ങുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ്. നമ്മുടെ പൂർവികരൊക്കെ നന്നേ കറുത്തിരുന്ന സമയം അങ്ങനെ ഒരു സമൂഹത്തിൽ ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് തൊലി വെളുത്തവരോട് ഒരു ആകർഷണം തോന്നുക സ്വാഭാവികം. അതിനെന്തോ പ്രത്യേകത ഉണ്ടെന്ന് നമുക്ക് വെറുതെ അങ്ങ് തോന്നും. പെട്ടെന്ന് വെളുക്കാൻ പറ്റില്ല എന്നതാണ് മറ്റൊരു കാരണം. വെളുത്ത ഒരാൾ വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ കറുക്കാനാകും. എന്നാൽ കറുത്ത ഒരാൾക്ക് വെളുക്കുക അത്ര എളുപ്പമല്ല. വെളുപ്പിന് ഡിമാൻഡ് കൂടാൻ അതൊരു കാരണമായി. ഓരോരോ കണ്ടെത്തലുകളാണേ. കറുപ്പ് മോശമാകാൻ മറ്റൊരു കാരണമാണ് ജന്മി കുടിയാൻ സമ്പ്രദായം. ജന്മികൾ വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നവർ ആയതുകൊണ്ട് തന്നെ ജനിതകപരമായി അവരുടെ തലമുറകൾ വെളുത്തു വന്നു. കുടിയാന്മാർ വെയിലത്ത് പണിയെടുക്കുന്നവർ ആയതുകൊണ്ട് അവരുടെ തലമുറ കറുത്തവരായി തുടർന്നു. സ്വാഭാവികമായി ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ വെളുത്തവരും താഴേക്കിടയിലുള്ളവർ കറുത്തവരുമായി. ഇന്നത്തെ കാലത്ത് പോലും കണ്ടിട്ട് എന്തോ നല്ല കുടുംബത്തിൽ പിറന്നാണ് എന്ന് തോന്നുന്നു എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല വെളുത്തിരിക്കുന്ന ആരെങ്കിലും ഉദ്ദേശിച്ചല്ലേ? അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ വെയിലത്ത് പണിയെടുക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നത് ഒരു ടാനിങ് ആണ്.
മൂത്ത കാരണം അവർ പറമ്പിലിറങ്ങി പണിയുന്നതുകൊണ്ട് നമ്മൾ കറുത്ത് പോകുന്നതിൻ്റെ ഒരു സയൻസ് ഒന്നും എനിക്കറിയത്തില്ല. ഉമ്മ അങ്ങ് അടിച്ചു വിടുകയാണ്. ഇത് മറ്റേ ഫേസ്ബുക്കിനകത്ത് ഒരു പരിപാടി എങ്ങനെയാണ്, വാട്സപ്പിനകത്തും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ഇടാനായിട്ടുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് എഴുതി അങ്ങ് പിടിപ്പിച്ചേക്കാണ്. എന്നാൽ ഇന്നത്തെ കാലത്തും ഇതെന്താ മാറാത്തതെന്ന് ചോദിച്ചാൽ അതിന് കാരണമാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മുടെ പഴയ തലമുറയുടെ ആ അന്ധവിശ്വാസം തലമുറകൾ സഞ്ചരിച്ച് നമ്മളിൽ എത്തി നിൽക്കുന്നു. ഇത് നമ്മൾ പോലും അറിയുന്നില്ല എന്നാണ് രസം. ഞങ്ങൾ നന്നായിട്ട് അറിയുന്നുണ്ട്. ഈ പോസ്റ്റ് ഇവിടെ കൊണ്ട് അവരാധിച്ച് ഈ ഒരു പോസ്റ്റിനകത്ത് കുറേ സെലിബ്രിറ്റികളും അവരുടെ പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സും ഒക്കെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് എന്തുകൊണ്ടാണ് വേടൻ ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു കളർ കോംപ്ലക്ഷൻ കണ്ടിട്ടും അവളെ കൂടെ കൂട്ടിയത് എന്നൊക്കെ ചോദിക്കുന്ന അവൻ പറയുകയാണ് ഇത് തലമുറകളായിട്ട് കൈമാറപ്പെടുന്ന അന്ധവിശ്വാസമാണ് എന്നൊക്കെ. ഇവനെപ്പോലുള്ള ആളുകളാണ് ഇതൊക്കെ പരത്തുന്നത്. ഇനി പുരോഗമന സിംഹങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടെങ്കിൽ നമ്മുടെ കടകളിലൊക്കെ കറുപ്പിക്കാനുള്ള ക്രീം കാണേണ്ടതല്ലേ, കറുപ്പിക്കാനുള്ള ഫൗണ്ടേഷനും മേക്കപ്പും ഒക്കെ കാണേണ്ടതല്ലേ? എന്താ ഇതൊന്നും കാണാത്തത്? അതിനർത്ഥം എല്ലാവരും കള്ളം പറയുകയാണ് എന്നല്ലേ? കറുക്കാൻ അല്ലെങ്കിൽ കറുത്തിരിക്കാൻ സത്യത്തിൽ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ഇതുപോലുള്ള എഴുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സത്യമാണെന്നുള്ളത്. ഒന്നുമില്ല. കളർ കോംപ്ലക്ഷനെ കുറിച്ചിട്ടുള്ള ചില പിടിവാശികൾ, ഇന്ന കളർ നല്ലത് ഇന്ന കളർ മോശം എന്നത് കാലങ്ങളായിട്ട് കൈമാറപ്പെട്ട സംഗതി എന്നൊന്നുമില്ല. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു 20-30 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 10 വർഷത്തിനിടയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള സംഗതിയാണ്. അതിങ്ങനെ മാറുന്നുണ്ട്. നമ്മൾ കണ്ട ആർട്ടിൽ നിന്നിട്ട്, അത് സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ചിത്രകലയായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകങ്ങളായിരിക്കാം, അതിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ പിക്ക് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ചില സങ്കല്പങ്ങൾ. അപ്പോൾ ആ ഒരു അപ്രോച്ചുകൾ, സമീപനങ്ങൾ, ഇപ്പോൾ ആർട്ടിലുള്ള സമീപനങ്ങൾ, സിനിമയിലുള്ള സമീപനങ്ങൾ, അല്ലെങ്കിൽ പരസ്യങ്ങളിലുള്ള സമീപനങ്ങൾ, അതെല്ലാം മാറുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് മാറുന്ന ഒരു സംഗതിയാണ് ഈ സൗന്ദര്യ സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ സിനിമകളും അതേപോലെ തന്നെ നമ്മുടെ ആർട്ടും ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ അപ്രോച്ചുകളും മാറാൻ വളരെയധികം മടിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഈ ക്രീമുകളുടെ പുറകെയും അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ക്രീമിൻ്റെ പുറകെയൊക്കെ ആളുകൾ പോകുന്നത്. അമ്മമാരോട് 2 കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കറുപ്പിന് 7 അഴകാണ് എന്നൊക്കെ പറയുന്നത് പുരോഗമനവാദികളല്ല. അത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മ തെത്തിയില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തയുള്ള മെച്യൂരിറ്റി ഉള്ള ആളുകളെ അമ്മാതിരി വിവരക്കേടുകളൊക്കെ പറയത്തുള്ളൂ. കറുപ്പിനോ വെളുപ്പിനോ ഏതെങ്കിലും സ്കിൻ ടോണിനോ അങ്ങനെ 7 അഴകുണ്ട് എന്നുള്ളത് ഇല്ല, അത് ചുമ്മാ അടിച്ചു വിടുന്ന സംഗതിയാണ്. അതേപോലെ തന്നെ ഈ നിറത്തെക്കുറിച്ചിട്ട് പറയുന്ന അല്ലെങ്കിൽ കളർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടും അതിനെതിരായിട്ടുമൊക്കെ സംസാരിക്കുന്ന ആളുകൾ ഇന്ന കളർ കോംപ്ലക്ഷനിലുള്ള ആളെ വിവാഹം കഴിക്കാവൂ, അത് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് എന്ന് പറയുന്നത് ഭൂലോക വിഡിതരാണ്. കാരണം അവരുടെ തിരഞ്ഞെടുപ്പുകളിൽ നിറത്തിന് യാതൊരുവിധ പ്രാധാന്യമില്ല എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയം. അതേപോലെ തന്നെ അവർ തിരഞ്ഞെടുത്ത ആളുകളുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കണം. അവർ തിരഞ്ഞെടുത്ത ആളും ഈ സ്കിൻ ടോൺ മാനദണ്ഡമാക്കി വെച്ചിട്ടില്ല. ആ തിരഞ്ഞെടുപ്പ് കാണുന്ന സമയത്ത് അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒരു തരം നിങ്ങളുടെ ഒരു പുഴുത്ത ചിന്താഗതി കൊണ്ടാണ്. വേറൊന്നും പറയാനില്ല. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.